മാനസാന്തരം എന്ന പദം മലയാളം വേദപുസ്തകത്തിൽ പ്രൈസ് ദി ലോർഡ് പഴയ നിയമത്തിൽ ഒരു പ്രാവശ്യമേ ഉപയോഗിച്ചിട്ടുള്ളൂ. എന്നാൽ പുതിയ നിയമത്തിൽ മത്തായി എഴുതിയ സുവിശേഷം തൊട്ട് ഇങ്ങോട്ട് പോരുക, അങ്ങ് വെളിപ്പാട് വരെ പരന്നു കിടക്കുക. പ്രൈസ് ദി ലോർഡ്. അതിൽ തന്നെ മാനസാന്തരം എന്ന വിഷയം യോഹന്നാനിൽ കൂടെയാണ് അവതരിപ്പിക്കുന്നത്. യോഹന്നാൻ മാനസാന്തര സ്നാനം പ്രസംഗിച്ചു. യേശുവിന്റെ പ്രസംഗം ആരംഭിച്ചത് ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്ന് തന്നെയായിരുന്നു. അപ്പം കർത്താവിന്റെ പ്രസംഗവും യോഹന്നാന്റെ പ്രസംഗവും ആരംഭിച്ചത് മാനസാന്തരപ്പെടുവീൻ എന്ന സന്ദേശത്തോടു കൂടെയാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പരിപാടി മനുഷ്യനോടുള്ള ബന്ധത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് മാനസാന്തരം എന്ന ആശയത്തോടു കൂടെയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോ ഒരു മനുഷ്യനെ ദൈവവുമായി ബന്ധപ്പെടുത്തുന്ന കണ്ണി, ആ കപ്രി ചെയ്യുന്ന കണ്ണി ഏത് ചോദിച്ചാൽ അത് മാനസാന്തരമാണ്. ദൈവം അവിടെ നിൽക്കുന്നു, ഞാനിവിടെ നിൽക്കുന്നു. എനിക്ക് ദൈവവുമായിട്ട് ബന്ധപ്പെടണമെങ്കിൽ, കണക്ഷൻ ഉണ്ടാകണമെങ്കിൽ ഉപയോഗിക്കുന്ന ലിങ്ക്, പ്രൈസ് ദി ലോർഡ്, ഇതിന് കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചങ്ങലയുടെ കണ്ണി ഏതെന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ, അത് മാനസാന്തരമാണ്. ജാതി മത വ്യത്യാസമില്ല, ആൺ പെൺ വ്യത്യാസം ഇല്ല. ഏതൊരു മനുഷ്യനും അമർത്യനായ ദൈവവുമായി നിത്യമായ ബന്ധമുണ്ടാകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മർത്യനായ മനുഷ്യന് അമർത്യനായ ദൈവവുമായി നിത്യമായ ബന്ധമുണ്ടാകുവാൻ ദൈവം ഉപയോഗിക്കുന്ന മാർഗമാണ് മാനസാന്തരം. പ്രൈസ് ദി ലോർഡ്. അതിനുള്ള ഗുണം എന്നാണെന്നറിയാമോ? മർത്യനായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മരണത്തിന് അധീനനായ മനുഷ്യൻ, അവസാനമുള്ള മനുഷ്യൻ. അമർത്യനായ ദൈവം എന്ന് പറഞ്ഞാൽ മരണമില്ലാത്ത ദൈവം. പ്രൈസ് ദി ലോർഡ്. അവസാനമില്ലാത്ത നിത്യനായ ദൈവം, എറ്റേണൽ ഗോഡ്. പ്രൈസ് ദി ലോർഡ്. ഈ നിത്യനായ ദൈവവുമായി മർത്യനായ മനുഷ്യൻ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ദൈവത്തിന്റെ അമർത്യത, ദൈവത്തിന്റെ എറ്റേണൽ എക്സിസ്റ്റൻസ്, ദൈവത്തിന്റെ കാലത്തിന് അതീതമായ നിലനിൽപ്പിന് ഈ മർത്യനായ മനുഷ്യനും അവകാശിയായിത്തീരും. അപ്പോ മാനസാന്തരം അത്ര പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. അതുപോലെ തന്നെ മാനസാന്തരം എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം കണക്ട് ചെയ്തിട്ട് തുടരുവാനുള്ളതല്ല. കാരണം ഈ അമർത്യമായതുമായിട്ട് ഈ മർത്യമായതിനെ മാനസാന്തരം കൊണ്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ മർത്യമായത് അവസാനിച്ചു പോയാൽ ചങ്ങല അവിടെ കിടക്കും, പട്ടി കാണത്തില്ല. ഈ തൊടല് പൊട്ടിച്ചു പോകുന്ന ഒരു സ്വഭാവമാണ് മർത്യന്. ദൈവത്തോട് ചേർന്ന് ബന്ധിപ്പിച്ചിട്ടാലും പ്രൈസ് ദി ലോർഡ് തൊടല് പൊട്ടിച്ചു പോകുന്ന സ്വഭാവമാണ്. ഞാൻ ചങ്ങലയിൽ നിന്ന് തൊടലിലോട്ട് മാറിയത് മനഃപൂർവ്വമാകട്ടോ. മാനസാന്തരമാകുന്ന ആദ്യത്തെ കണ്ണി മർത്യനും അമർത്യനുമായി ബന്ധിച്ചു ചേർത്ത് മനുഷ്യന് ദൈവവുമായി ബന്ധം സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഈ മനുഷ്യൻ ദൈവത്തോടിങ്ങനെ ഒട്ടിനിൽക്കുന്നാലും ഇവന്റെ ദൈവീകത്വം, ഞാൻ ദൈവികത്വം എന്ന് ഉദ്ദേശിക്കുന്നത് ദൈവത്തിനുള്ള സർവ സ്വാതന്ത്ര്യവും ഉപയോഗിച്ചാണ് ഇവൻ നിൽക്കുന്നത് എന്ന് പറയാൻ പറ്റുകയില്ല. കാരണം ഈ മൈക്കിന്റെ ഒരു കോഡിന് ഇത്ര നീളമുള്ളെന്ന് വിചാരിക്കുക, ഞാൻ എത്ര ശ്രമിച്ചാലും എനിക്ക് ഇവിടെ നിന്ന് മാറിയെന്ന് പ്രസംഗിക്കാൻ പറ്റുകയില്ല. അല്ലേ? ഇതിന് ഇത്ര നീളമുള്ളെന്ന് വിചാരിച്ചോ, എനിക്ക് ഇതിൽ മാറാൻ പറ്റുകയില്ല. ഇതിന് ഇത്ര ഉള്ളെന്ന് വിചാരിച്ചോ, എനിക്ക് ഇങ്ങനെ നിന്ന് പ്രസംഗിക്കേണ്ടി വരും. അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പറ്റില്ല. കൂടി വന്ന് ഇങ്ങനെ മാറാം, ഇങ്ങോട്ട് മാറാം. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഇതിന് ഇത്ര നീളമുള്ളത് കൊണ്ട് എനിക്കിതും കൊണ്ട് ഇങ്ങോട്ട് പോകാം. പ്രൈസ് ദി ലോർഡ്. എനിക്കതുകൊണ്ട് ഇങ്ങോട്ട് പോകാം.
ദൈവത്തിന് സ്തോത്രം. എനിക്ക് ഇങ്ങോട്ട് പോകാം, വേണമെങ്കിൽ ഇതിന് നീളം അനുവദിക്കുന്നിടത്തോളം അങ്ങോട്ടും വരാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇതിന്റെ നീളമാണ്. ഇതിന് നീളം കുറവാണെങ്കിൽ സ്വാതന്ത്ര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് ലിമിറ്റേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് പഴയ നിയമത്തെ മോശ പ്രമാണം കൊടുക്കുമ്പോൾ ഒരു അടിമയ്ക്ക് യജമാനനുമായിട്ടുള്ള ബന്ധത്തിൽ യോവേൽ സംവത്സരത്തിൽ ഒരു തീരുമാനമെടുക്കാനുള്ള അവകാശം കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ സ്വതന്ത്രനായിട്ട് പോകാം. പക്ഷെ ഈ അടിമ പറയുകയാണ്, എനിക്ക് എൻ്റെ യജമാനനെ സ്നേഹമുള്ളത് കൊണ്ട്, എൻ്റെ കുടുംബത്തെ സ്നേഹമുള്ളത് കൊണ്ട് ഞാൻ പോകുന്നില്ല. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ അവനെ നിർത്തും, അല്ലെങ്കിൽ അവന് പോകാം. പക്ഷെ ഈ യോവേൽ സംവത്സരത്തിന് മുമ്പ് പോകാൻ പാടില്ല. കാരണം ഈ അടിമയെ വില കൊടുത്ത് മേടിച്ച യജമാനാണ്. അടിമയ്ക്ക് വേണ്ടി യജമാനൻ മുതൽ മുടക്കിയിട്ടുണ്ട്. ഇനി അങ്ങനെ സ്വതന്ത്രമായിട്ട് പോകാൻ പറ്റത്തില്ല. അന്ന് ഒരടിമ യജമാനനെ വിട്ടുപോയാൽ അവനെ കണ്ടു കിട്ടിയാൽ വധശിക്ഷയായിരുന്നു. എന്തിനാണെന്നറിയാമോ? അത് ഇനി വേറെ അടിമകൾ ഇത് ചെയ്യാതിരിക്കാൻ. അപ്പം യജമാനെ വിട്ടുപോയാൽ കണ്ടു കിട്ടിയാൽ കൊന്നുകളയുമെന്നുള്ള ഒരു ഭയമുള്ളതുകൊണ്ട് സാധാരണ അടിമകളൊന്നും അങ്ങനെ വിട്ടുപോകത്തില്ല. പക്ഷെ യോവേൽ സംവത്സരമായി കഴിയുമ്പോൾ പോകാം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ യോവേൽ സംവത്സരമായി കഴിയുമ്പോഴും ഇവന് പോകാൻ മനസ്സില്ലെങ്കിൽ ഇവൻ യജമാനോട് എന്ന് പറയണം, ഞാൻ നിന്നെ സ്നേഹിക്കുന്നതുകൊണ്ട്, എൻ്റെ കുടുംബത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് എനിക്ക് നിന്റെ കൂടെ ഇരിക്കുന്നതാണ് നല്ലത്. എനിക്ക് ഒരു കുറവുമില്ലാതെ കഴിഞ്ഞ 39 വർഷം നീ എന്നെ സഹായിച്ചു, എന്നെ പോറ്റി, അതുകൊണ്ട് ഞാൻ നിന്നോളാം എന്ന് പറഞ്ഞാൽ അവനെ കൊണ്ടുപോയി കട്ടിളക്കാലിനോട് ചേർത്ത് നിർത്തി അവന്റെ ചെവി തുളയ്ക്കും. ചെവി തുളച്ചു കഴിഞ്ഞാൽ പിന്നെ മരണം വരെ ഇവൻ അടിമയാണ്. പിന്നെ എന്നേക്കാണ്ട് പോകാനുള്ള പെർമിഷൻ തീർന്നു. അത് മാത്രമല്ല, അടിമക്കച്ചവടത്തിൽ ചന്തയിൽ ഇവനെ കൊണ്ട് നിർത്തിയാൽ വാങ്ങിക്കാൻ വരുന്നവര് ചെവി നോക്കും, തുളഞ്ഞുണ്ടോ നോക്കും. ചെവിക്ക് തുളയുണ്ടെങ്കിൽ മേടിക്കുകയില്ല. ഇവൻ വേറൊരു ആളുടെ ആജീവനാന്ത അടിമയാണ്, വേറെ ആരും മേടിക്കുകയില്ല. ആ അർത്ഥത്തിലാണ് സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത്, ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു, നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു എന്നെഴുതിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനകാരൻ പറയുന്നത്, ദൈവമേ, എനിക്ക് തോന്നിയ പോലെ പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ടെങ്കിലും ഞാനങ്ങനെ പോകാൻ ഇഷ്ടപ്പെടുന്നില്ല. നിന്നോട് എന്റെ മരണം വരെ ചേർന്ന് നിന്ന് കൊള്ളാമെന്ന് ഞാൻ വാഗ്ദത്തം ചെയ്യുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ ദൈവമായിട്ട് ഇനി എന്റെ ശിഷ്ടായുസ് വേറെ എങ്ങും അവൻ ആശ്രയം തേടാതെ, വേറെ ആരിലും അഭയം കാണാതെ, എന്റെ മരണം വരെ എന്റെ ശിഷ്ടായുസ് ഞാൻ എന്റെ വീണ്ടെടുത്ത എന്റെ യേശുവിന് വേണ്ടി ചെലവാക്കുമെന്ന് ഉപാസമതം ചെയ്തിട്ടുള്ളത് കരം പറഞ്ഞ് ഏതാമതിക്കാമോ? എന്ത് പ്രലോഭനം വന്നാലും, എന്ത് വിഷയം വന്നാലും അവര് കർത്താവിനെ തള്ളിപ്പറഞ്ഞ് പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു. പ്രൈസ് ഗോഡ്. ഇവിടെ ഇനി ഭക്ഷണമുണ്ടോ, ഭക്ഷണമില്ലയോ, ജോലി കൂടുതലാണോ, ജോലി കുറവാണോ, ഇതൊന്നും വിഷയമല്ല. ഞാൻ തുളയ്ക്കപ്പെട്ടവനാണ്. ഇനി എൻ്റെ അവസാനം ഇവിടെയാണ്. ഈ ഒരു തീരുമാനത്തിൽ ഒരു വിശ്വാസി എത്തുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല. കാരണം ദൈവവചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മളെക്കാൾ ശക്തന്മാർ, നമ്മളെക്കാൾ ഭക്തന്മാർ വീണുപോയ ചരിത്രം വചനത്തിൽ എഴുതിയിരിക്കുന്നു. പാട്ടുകാരൻ അതുകൊണ്ടാണ് പാടുന്നത്, എന്നിലും ഭക്തർ എന്നിലും ശക്തർ വീണുപോയി. പ്രൈസ് ഗോഡ്. വളരെ ശ്രദ്ധിക്കണം. നമ്മളെക്കാൾ ശക്തരും നമ്മളെക്കാൾ ഭക്തരും വീണുപോയിട്ടുണ്ട്. പക്ഷെ അവർ വീണതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചത് എന്തൊക്കെയെന്ന് ചോദിച്ചാൽ കൺമോഹം, ജഡമോഹം, ജീവനത്തിലെ പ്രതാപം. ഇത് ഒരു സൈഡ്. കർത്താവിനേക്കാൾ വലുതായി എന്തിനെ സ്നേഹിച്ചാലും അത് വിഗ്രഹാരാധനയാണ്. വിഗ്രഹാരാധനയെ കർത്താവ് ഏറ്റവും വെറുക്കുന്നു. നീ ദൈവമായിട്ടുള്ള ബന്ധം അങ്ങനെ നഷ്ടപ്പെടും. എന്നാൽ അതിനേക്കാൾ ഉപരിയായി
ദൈവവുമായിട്ടുള്ള ബന്ധം സാധാരണ മനുഷ്യന് നഷ്ടപ്പെടുന്നത്, ദൈവത്തിന്റെ സ്തോത്രം, എങ്ങനെയാണ്, എന്തിൽ കൂടെയാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ വളരെ വളരെ ചിന്തിപ്പിക്കുന്ന ഒരു വാക്യം വേദപുസ്തകത്തിൽ കിടപ്പുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. ആ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നു. വെളിപ്പാട് പുസ്തകം 21 അധ്യായം 8 വാക്യം. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കുലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കും ഉള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിലത്രേ. അത് രണ്ടാമത്തെ മരണം. അത് രണ്ടാമത്തെ മരണം. ദൈവവുമായിട്ടുള്ള ബന്ധം എന്നേക്കുമായി വിച്ഛേദിക്കപ്പെടുന്ന അവസ്ഥയാണ് രണ്ടാമത്തെ മരണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ രണ്ടാമത്തെ മരണം ഒരു മനുഷ്യന് സംഭവിച്ചു കഴിഞ്ഞാൽ അവൻ നിത്യത മുഴുവൻ ദൈവസാന്നിധ്യമില്ലാത്ത നരകത്തിൽ കഴിച്ചു കൂട്ടണം. തീയും ഗന്ധവും കത്തുന്ന തീപ്പൊയ്കയിൽ കഴിച്ചു കൂട്ടണം. പിന്നെ അവന് നിത്യത മുഴുവൻ യാതനയാണ്. ദൈവമായിട്ടുള്ള ബന്ധം എന്നേക്കുമായി അവസാനിച്ചു. ദൈവവുമായി ബന്ധപ്പെടാനുള്ള അവസരങ്ങളും എന്നേക്കുമായി അവസാനിച്ചു. അവന്റെ വിധി നിശ്ചയിച്ചു കഴിഞ്ഞു. ആമേൻ. അപ്പോ അങ്ങനെ ദൈവവുമായി എന്നേക്കുമുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടവരെ വിസ്തരിച്ച് വിധിച്ച് തീപ്പകയിൽ തള്ളുമ്പോൾ ആദ്യം തള്ളുന്ന കൂട്ടരാരെന്ന് ചോദിച്ചാൽ ഭീരുക്കൾ. ഞാൻ ആലോചിക്കാറുണ്ട്, ഇവൻ ഇത്ര വലിയ പാപം തന്നെ ചെയ്തേ. ഇവിടെ താഴോട്ട് വായിച്ചു, ആ പട്ടിക ഒന്ന് വായിച്ചു നോക്കിയോ. ഒന്ന്, എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. പെട്ടെന്ന് നമുക്ക് മനസ്സിലാകാത്ത ഒരു കാറ്റഗറിയാണിത്. കാരണം അവിശ്വാസി നരകത്തിൽ പോകുന്നത് സ്വാഭാവികം, നമുക്ക് മനസ്സിലാക്കാം. അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, യോഗ്യതയില്ലാത്തവൻ നരകത്തിൽ പോകുന്നത് സ്വാഭാവികമാണ്. കൊലപാതകന്മാർ നരകത്തിൽ പോയാൽ അത് സ്വാഭാവികമാണ്. ദുർനടപ്പുകാര് സ്വർഗത്തിൽ പോയില്ലെങ്കിൽ സ്വാഭാവികമാ. ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കും ഉള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിലത്രേ. ഒന്ന് ഓർത്ത് നോക്കി. ഈ പട്ടികയിൽ ആദ്യത്തെ ഭീര് ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം നരകത്തിൽ പോകുന്നത് നാച്ചുറലാണ്, നമുക്ക് തോന്നുന്നു, സ്വാഭാവികമാണ്. പക്ഷെ ഇച്ചിരി പേടിയുണ്ടെന്ന് വിചാരിച്ച് ഇവനെ നിത്യനരകത്തിലോട്ട് തട്ടേണ്ട കാര്യമുണ്ടോ? ഭീരുത്വമുള്ള ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ കണക്കാക്കിക്കോണം. നിന്റെ ജീവിതത്തിൽ ഇത് വച്ച് പുലർത്തുന്നിടത്തോളം കാലം നിത്യതയിൽ നരകത്തിലേക്ക് പോകാനുള്ള ഒരു ക്വാളിഫിക്കേഷനാണ് കയ്യിലുള്ളത്. ഭീരുക്കൾ, ഭയമുള്ളവർ, പേടിയുള്ളവർ നരകത്തിൽ പോകുന്നു. നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? അതങ്ങോട്ട് ദഹിക്കുന്നുണ്ടോ? ഇനി ഈ ബാക്ക്ഗ്രൗണ്ട് മനസ്സിൽ വെച്ചുകൊണ്ട് ഇവര് നരകത്തിൽ പോകാൻ എന്തുകൊണ്ട് യോഗ്യരായി എന്നത് നമ്മൾ തെളിയിക്കാൻ പോവുക. മത്തായി എഴുതിയ സുവിശേഷം 26 അധ്യായം 69 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. എന്നാൽ പത്രോസ് പുറത്ത് നടുമുറ്റത്ത് ഇരുന്നു. അവന്റെ അടുക്കൽ ഒരു വേലക്കാരത്തി വന്നു. നീയും ഗലീലക്കാരനായ യേശുവിനോട് കൂടെ ആയിരുന്നുവല്ലോ എന്ന് പറഞ്ഞു. അത് അവൻ, നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല എന്നെല്ലാവരും കേൾക്കെ തള്ളിപ്പറഞ്ഞു. പിന്നെ അവൻ പടിപ്പുരയിലേക്ക് പുറപ്പെടുമ്പോൾ മറ്റൊരുത്തി അവനെ കണ്ട് അവിടെയുള്ളവരോട്, ഇവനും നസ്രായനായ യേശുവിനോട് കൂടെ ആയിരുന്നു എന്ന് പറഞ്ഞു. ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് അവൻ രണ്ടാമതും ആണയോട് തള്ളിപ്പറഞ്ഞു. അല്പനേരം കഴിഞ്ഞിട്ട് അവിടെ നിന്നവർ അടുത്തുവന്ന് പത്രോസിനോട്, നീയും അവരുടെ കൂട്ടത്തിലുള്ളവൻ സത്യം, നിന്റെ ഉച്ചാരണവും നിന്നെ വെളിവാക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ, ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി. ഉടനെ കോഴി കൂകി. 3 വട്ടം പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞത് പേടിച്ചിട്ടാണ്, ഭയന്നിട്ടാണ്. യേശുവിന്റെ സ്നേഹമില്ലാഞ്ഞിട്ടല്ല, യേശുവിനെ ബഹുമാനിക്കാഞ്ഞിട്ടല്ല, യേശുവിനെ അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല,
3.5 വർഷം അവന്റെ കൂടെ നടന്ന്, പ്രധാനിയായി നടന്ന് അവന്റെ സഖിത്വം നിലനിർത്തിയ വ്യക്തിയാണ്. പക്ഷേ ഈ രാത്രി, യേശുവിനെ ഒറ്റിക്കൊടുത്ത രാത്രി, യേശു ഏറ്റവും അധികം സങ്കടത്തിൽ കൂടെ, വേദനയിൽ കൂടെ, പീഡയിൽ കൂടെ കടന്നുപോയ രാത്രി, അവൻ പറഞ്ഞു, ഞാൻ അറിയത്തില്ല, ഈ മനുഷ്യനെ അറിയുന്നില്ല. മാത്രമല്ല ആണയിട്ട് പറഞ്ഞു ആദ്യം, പിന്നെ പ്രാഗി പറഞ്ഞു. എന്തൊരു കട്ടമായിരുന്നു, ഞാൻ ഇതെന്റെ പുറകെ നടന്നു, ഇയാൾ അറിയോ എന്ന് ചോദിച്ചു. അങ്ങനെ പറഞ്ഞു, ആണയിട്ട് പറഞ്ഞു. പക്ഷേ 3ാമത് പറഞ്ഞപ്പോൾ ഒരു കോഴി അപ്പുറത്ത് കൂവി. ആ കോഴിയുടെ ശബ്ദം കേട്ടപ്പോൾ അടുത്ത വാക്യം, എന്നാറേ കോഴി കൂകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും എന്ന് യേശു പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്ത് പുറത്തുപോയി അതിദുഃഖത്തോടെ കരഞ്ഞു. ഞാൻ പറയട്ടെ, ആ ഒരൊറ്റ കരച്ചിലില്ലായിരുന്നെങ്കിൽ പത്രോസിന്റെ പരിപാടി അവിടം കൊണ്ട് അവസാനിച്ചേനെ. നിത്യതയുമായിട്ട് അവനുള്ള ബന്ധം അവിടെ വെച്ച് തീർന്നേനെ. പത്രോസ് യേശുവിനെ നന്നായി അടുത്തറിഞ്ഞവൻ, കൂടെ നടന്നവൻ, യേശുവിനെ നേരിട്ട് പഠിച്ചവൻ. പാസ്റ്റർ പഠിപ്പിച്ചതല്ല, പുസ്തകത്തിൽ നിന്ന് പഠിച്ചതല്ല, സാക്ഷാൽ വചനമായവൻ നേരിട്ട് കൊടുത്ത വചനത്തിൽ കേട്ട് പഠിച്ചവൻ. മാത്രമല്ല പാമ്പുകളെയും തേളുകളെയും ശത്രുക്കളുടെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം ലഭിച്ച ഒരു കൂട്ടത്തിന്റെ നേതാവ് 3 പ്രാവശ്യമാണ് തള്ളിപ്പറഞ്ഞത്. 1-ാം പ്രാവശ്യം തള്ളിപ്പറഞ്ഞു, 2-ാം പ്രാവശ്യം തള്ളിപ്പറഞ്ഞു, 3-ാം പ്രാവശ്യവും തള്ളിപ്പറഞ്ഞു. ദൈവമക്കളെ, ദൈവവുമായിട്ട് ബന്ധം കിട്ടാൻ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയുടെ ആണിക്കല്ല പറിച്ചത് കേട്ടോ, അടിസ്ഥാനമാണ് നശിപ്പിച്ചത്. ഒരു പാപിയായ മനുഷ്യന്, ഞാൻ പറഞ്ഞല്ലോ, മർത്യനായ മരണമുള്ള മനുഷ്യന് അമർത്യനായ ദൈവവുമായി, മരണമില്ലാത്ത ദൈവവുമായി ബന്ധം ലഭിക്കാൻ ദൈവം വച്ചിരിക്കുന്ന വ്യവസ്ഥയ്ക്കാണ് കത്തിവെച്ചത്. എന്തുവാ വ്യവസ്ഥ? റോമാലേഖനം 10-ാം അധ്യായം 9-ാം വാക്യം, യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഏറ്റുപറയുന്നത് കൊണ്ടാണ് രക്ഷിക്കപ്പെട്ടത്. ഇവിടെ ഏറ്റുപറയാതെ വല്ലവരും രക്ഷിക്കപ്പെട്ടെന്ന് വിചാരിച്ചിരിപ്പുണ്ടെങ്കിൽ ദൈവമക്കളെ, നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല കേട്ടോ, വചനപ്രകാരം രക്ഷിക്കപ്പെട്ടിട്ടില്ല. നിങ്ങൾ വായ കൊണ്ട് പറയണം, യേശു ക്രിസ്തു എൻ്റെ കർത്താവ്, എൻ്റെ രക്ഷിതാവ്. നിങ്ങൾ വായ കൊണ്ട് പറയണം, ഇവൻ എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. അത് ഹൃദയത്തിൽ വിശ്വസിച്ചിട്ട് പറയണം, അല്ലാതെ രക്ഷിക്കപ്പെട്ടിട്ടില്ല. പണ്ട് കത്തോലിക്ക സഭ പഠിപ്പിച്ചിരുന്നു, കത്തോലിക്ക സഭയ്ക്കകത്ത് ജനിച്ചാൽ രക്ഷയാണെന്ന്, സഭയ്ക്ക് പുറത്ത് രക്ഷയില്ലെന്നും പഠിപ്പിച്ചിരുന്നു. അപ്പൊ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ കൊണ്ട് ഏറ്റുപറയണം, യേശു ക്രിസ്തു എന്റെ രക്ഷിതാവ്, യേശു ക്രിസ്തു എന്റെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യം കൂടെ നോക്കാം. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവനെ കൈക്കൊള്ളണം. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം 1-ാം വാക്യം മുതൽ, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ, കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ, ഈ കർത്താവുമായിട്ടുള്ള ബന്ധം നിലനിർത്തയല്ലാതെ, കർത്താവിനെ തള്ളി പറഞ്ഞുകൊണ്ട്, ഈ കൊമ്പ് തായ്തടിയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് എന്ത് ചെയ്താലും അതിനെ തീയിട്ട് കളയും. യേശുവുമായിട്ടുള്ള ബന്ധം അത് തള്ളി പറഞ്ഞിട്ട് നിനക്ക് സ്വർഗത്തിലേക്ക് പോകാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, പ്രിയത്വം ഉള്ളവര് യേശുവിനെ ഒരു പ്രാവശ്യം ഏറ്റുപറഞ്ഞാലും പല പ്രാവശ്യം തള്ളിപ്പറഞ്ഞു കഴിയുമ്പോൾ അവനെ തീയിലിടുകയില്ല, വിറഞ്ഞു കൊള്ളുകയില്ല. ഇപ്പൊ വായിച്ച വാക്യം താഴോട്ട് വായിച്ച്, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ. അപ്പൊ ഈ ഒരു ഫിനോമിന,
ഞാൻ അവനിലും അവൻ എന്നിലും വസിക്കുന്നുവെങ്കിൽ ഫലം കായ്ക്കും. ഞാൻ പറഞ്ഞത്, യേശു കർത്താവെന്ന് വായു കൊണ്ട് ഏറ്റുപറയുന്ന നിമിഷം മർത്യനായ നിനക്ക് അമർത്യനായി മാറുവാൻ ദൈവം അവസരം തരികയാണ്. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് നിത്യജീവനുണ്ട്. പ്രൈസ് ദി ലോർഡ്. വിശ്വാസം മാനസാന്തരത്തിൽ കൂടെ വെളിപ്പെടുമ്പോൾ ഈ ദൈവവുമായിട്ട് നമ്മൾ ബന്ധിക്കപ്പെടും. അപ്പൊ ഞാൻ ഈ കണ്ണി എന്ന് പറഞ്ഞ ചങ്ങല എന്ന് പറഞ്ഞത് അറിയാമോ? ഈ മാനസാന്തരത്തിന്റെ ഒരു കണ്ണി മാത്രമല്ല, പിന്നെ ഒരു കണ്ണി കൊണ്ട് വിശ്വാസം. അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഒത്തിരി കണ്ണികൾ വേറെയുണ്ട്. എത്ര കണ്ണികൾ കൂടുതലിടുന്നുവോ അത്ര നീ സ്വാതന്ത്രനാവും. മനസ്സിലായോ? ഒറ്റ മാനസാന്തരത്തിൽ മാത്രം നിൽക്കുകയാണെങ്കിൽ ഒരു കണ്ണി ഇവിടെ നിന്ന് പോവുകയില്ല. എന്നാൽ അതിൻ്റെ കൂടെ വിശ്വാസം ചേർക്കുമ്പോൾ രണ്ട് കണ്ണിയായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിൻ്റെ കൂടെ 2 പത്രോസ് 1-ാം അധ്യായം 5 മുതൽ വായിക്കാം. അത് നിമിത്തം നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യം രണ്ടാമത്തെ കണ്ണിയാ. വീര്യത്തോട് പരിജ്ഞാനവും മൂന്നാമത്തെ കണ്ണിയാ. പരിജ്ഞാനത്തോടെ ഇന്ദ്രിയജയവും നാലാമത്തെ കണ്ണി. ഇന്ദ്രിയജയത്തോടെ സ്ഥിരതയോട് ഭക്തിയും ഭക്തിയോട് സഹോദരപ്രീതിയും സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളും. ഇങ്ങനെ ഓരോന്ന് കൂട്ടുന്തോറും പ്രൈസ് ദി ലോർഡ് നിന്റെ സ്വാതന്ത്ര്യം കൂടി വരും. ഞാൻ ആദ്യം ഇവിടെ നിന്ന് ഞാൻ ഒരു കണ്ണി കൊണ്ട് ഇത്ര നീങ്ങി, അടുത്ത കണ്ണി ഒന്ന് ഇത്ര നീങ്ങി, അടുത്ത കണ്ണി ഒന്ന് ഇത്ര നീങ്ങി, അടുത്ത കണ്ണി ഒന്ന് ഇത്ര നീങ്ങി. അങ്ങനെ വേദപുസ്തകം അങ്ങോട്ട് വായിച്ചിട്ട് അതിൽ നിന്ന് കിട്ടാവുന്ന ഓരോ കണ്ണികളും നിന്റെ ജീവിതവുമായിട്ട് ചേർത്ത് ബന്ധിച്ച് വിളക്കി ചേർക്കുമ്പോൾ നീ സ്വാതന്ത്ര്യം പ്രാപിച്ച് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ആത്മാവിൽ സ്വതന്ത്രനായ ഒരു വ്യക്തിയായി മാറും. അപ്പോ ഈ കണ്ണികള് ഇങ്ങനെ ഒന്നൊന്ന് ചേർത്ത് വിളക്കി വരുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന രൂപാന്തരം എന്താണെന്നാണ് 4-ാം വാക്യത്തിൽ പത്രോസ് തുടങ്ങിയത്. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. എന്നിട്ട് ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. ഈ ഓരോ കണ്ണിയും ചേർത്ത് നിന്റെ ജീവിതത്തെ വിളക്കുമ്പോൾ ലോകത്തിൽ നാശം വിട്ടൊഴിഞ്ഞിട്ട് കർത്താവിന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. ഓരോ ദിവസവും കണ്ണി കൂടുതൽ വന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് വരുമ്പം ഓരോ ദിവസവും അകന്നു പോകാനുള്ള സ്വാതന്ത്ര്യമാണ് വർദ്ധിക്കുന്നതെങ്കിലും പ്രൈസ് ദി ലോർഡ് അകന്നു പോകാനുള്ള സൗകര്യമാണ് കിട്ടുന്നതെങ്കിലും, അല്ലെ? ഈ അടുത്ത ഞാനിങ്ങനെ ഓരോ കണ്ണി വരുന്തോറും അകന്നു പോവുക, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കും തോറും അകന്നു പോകാനുള്ള സ്വാതന്ത്ര്യം വർദ്ധിക്കുന്നെങ്കിലും ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ഞാൻ അകന്നു പോകാനല്ല ശ്രമിക്കുന്നത്. ഈ സ്വാതന്ത്ര്യം ഉള്ളപ്പോൾ തന്നെ ചെവികളെ തുളച്ചുകൊണ്ട് ഇവനോട് അടുത്ത് നിൽക്കാനാണ് എന്റെ ആഗ്രഹം. പ്രൈസ് ഗോഡ്. മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. യേശുവിനോട് കൂടുതൽ അടുക്കുമ്പോൾ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി വീണ്ടും വചനം വായിച്ച് പ്രസംഗങ്ങൾ കേട്ട് ആരാധനകളിൽ സംബന്ധിച്ച് ഉപവാസവും പ്രാർത്ഥനയും ഒക്കെയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ദൈവവചനത്തിലെ സത്യങ്ങൾ ഒന്നൊന്നായി അവന് വെളിപ്പെട്ടു വരും. ആ വെളിപ്പെട്ടു വരുന്ന സത്യങ്ങൾ അവൻ ഗ്രഹിക്കുന്തോറും അവന്റെ സ്വാതന്ത്ര്യം കൂടി വരും. പക്ഷേ അവൻ സ്വതന്ത്രനാണെങ്കിലും ക്രിസ്തുയേശുവിന്റെ സ്നേഹം നിമിത്തം, കർത്താവിനെ കുറിച്ചുള്ള അവന്റെ കാഴ്ചപ്പാട് നിമിത്തം അവൻ ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് അകന്നു പോകാനല്ല, സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ ചേർന്ന് നിൽക്കാൻ ശ്രമിക്കും. എത്ര സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലും ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് അവൻ അകന്ന് പോകുന്നതിന് പകരം അവൻ തീരുമാനിക്കും, ഈ സ്വാതന്ത്ര്യമൊക്കെ അവിടെ കിടക്കും, എങ്കിലും ഞാനത് ഉപയോഗിക്കത്തില്ല, എന്റെ ദൈവത്തോട് എനിക്ക് ചേർന്ന് നിൽക്കണം. പിന്നെന്തിനാ സ്വാതന്ത്ര്യം തന്നത്?
നീ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനാണ്. ആരും പിടിച്ചു നിർത്തിയത് കൊണ്ട് അവനോട് ചേർന്ന് നിൽക്കാനല്ല എന്നെയും നിന്നെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. പിടിച്ച് കെട്ടിയിട്ടത് കൊണ്ട് അവിടെ കിടക്കാനല്ല ആഗ്രഹിക്കുന്നത്. എനിക്ക് സ്വാതന്ത്ര്യമായി പോകുവാനുള്ള അവസരമുണ്ടെങ്കിലും എന്റെ യജമാനനെ സ്നേഹിക്കുന്നത് കൊണ്ട്, എന്റെ കുടുംബത്തെ സ്നേഹിക്കുന്നത് കൊണ്ട്, എനിക്കും എന്റെ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടി എന്റെ യേശുവിനോട് ചേർന്നിരിക്കുന്നത് എനിക്ക് നല്ലത് എന്നൊരു തീരുമാനത്തിൽ അവനെത്തും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ തീരുമാനത്തിലെ മനുഷ്യനെ എത്തിക്കുന്നത് ദൈവത്തിന്റെ വചനത്തിലുള്ള പഠനമാണ്. ആ പഠനത്തിൽ കൂടെ ലഭിക്കുന്ന വെളിപ്പാടുകളാണ്. അപ്പൊ ഓരോ പ്രാവശ്യവും ഇവൻ ദൈവവചനം വായിക്കുമ്പോൾ അവന്റെ കാഴ്ചപ്പാട് മാറുന്നറിയാമോ? അവൻ അതിൽ നിന്ന് ഒരു ലിങ്കെങ്കിലും ഒരു കണ്ണിയെങ്കിലും കണ്ട പൊക്കിയെടുത്ത് അവന്റെ ഇതിനോട് ചേർത്ത് അങ്ങോട്ട് വിളക്കും. ഇന്നലേക്കാൾ ഞാൻ ഒരു പടി കൂടെ സ്വതന്ത്രനായി. പ്രൈസ് ഗോഡ്. പക്ഷേ ഇത് ലോകത്തോട് അടുക്കാനല്ല. എന്തിനാണ് ഞാൻ ഈ സ്വാതന്ത്ര്യം പ്രാപിച്ചത്? എന്തിനാണ് എന്നെ കൂടുതൽ കൂടുതൽ സ്വതന്ത്രനായി വിട്ടത്? ആമേൻ. നീ ഇങ്ങനെ പ്രാർത്ഥനയും പാട്ടും അവൻ തട്ടും മുട്ടും കൊട്ടുമായിട്ടിരുന്നത് കൊണ്ട് ദൈവം ഉദ്ദേശിച്ച കാര്യം നടക്കത്തില്ല. നിന്നെ ഒരുക്കിയെടുത്ത് നിനക്ക് സ്വാതന്ത്ര്യം തന്ന് നിന്നെ ലോകത്തിലേക്ക് ഇറക്കി വിട്ടെങ്കിൽ മാത്രമേ അവിടെ ചെന്ന് അവരോട് നിന്നെ സഹായിച്ച, നിന്നെ വിടുവിച്ച ആ യേശുവിനെ കുറിച്ച് പറഞ്ഞ് അവരെയും പറക്കിക്കൊണ്ടുവന്ന് ഇതിനോട് ചേർത്ത് ബന്ധിക്കാൻ സാധിക്കത്തുള്ളൂ. ഇതിനു വേണ്ടി ഞാൻ നിങ്ങളെ അയക്കുന്നു, ഞാൻ നിങ്ങളെ അയക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ പുറപ്പെട്ട് നിങ്ങൾ പോയി മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കാണിച്ച് ആയിരങ്ങളെ പതിനായിരങ്ങളെ യേശുവിന് വേണ്ടി നേടിയെടുപ്പാൻ, കർത്താവിന് വേണ്ടി നേടിയെടുപ്പാൻ, അതിലെ സഭയിലേക്ക് നേടിയെടുപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. മനസ്സിലായോ? അതിന് ഈ സ്വാതന്ത്ര്യം തന്നെ. ഈ സ്വാതന്ത്ര്യം അങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഞാൻ പൂർണ്ണ സ്വതന്ത്രനാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, എനിക്ക് മാംസം തിന്നുവാൻ സ്വാതന്ത്ര്യമുണ്ടെങ്കിലും എന്റെ സഹോദരന് ഇടർച്ചയാകുമെന്ന് കണ്ടാൽ ഞാൻ ഒരു നാളും മാംസം തിന്നത്തില്ല. ഇറച്ചി തിന്നുന്ന പാപമാണെന്നല്ല പറയുന്നത്. ദൈവം സ്തോത്രത്തോടെ തന്നിരിക്കുന്നത് മുഴുവൻ ഭക്ഷിക്കുന്നത് നല്ലത്. മനസ്സിലായോ? ഒന്നും വർജിക്കണ്ട. പക്ഷേ എന്റെ ഭക്ഷണം ഒരു സഹോദരന് ഇടർച്ചയാകുമെന്ന് കണ്ടാൽ എന്ന് പറഞ്ഞാൽ എൻ്റെ കയറിന് എത്ര നീളമുണ്ടെങ്കിലും ഞാൻ ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കുന്നത് പാവപ്പെട്ടൊരു സഹോദരൻ കണ്ടാൽ അവന് അതിനേക്കാൾ കറങ്ങാനുള്ള ഒരു സ്വാതന്ത്ര്യമായിട്ട് മാറാൻ ഇടയുള്ളത് കൊണ്ട് എൻ്റെ കയറിന് ഇത്രയും നീളമുണ്ടെങ്കിലും ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്. മനസ്സിലാക്കുന്ന ദൈവത്തെ ശ്രദ്ധിക്കാമോ? നീ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് എനിക്ക് സ്വാതന്ത്ര്യമുണ്ടെങ്കിലും, എനിക്ക് എന്തിനും സ്വാതന്ത്ര്യമുണ്ടെങ്കിലും എന്റെ ഉദ്ദേശം ഹല്ലേലൂയ കർത്താവിന് വേണ്ടി ചിലർ നേടണം. എങ്ങനെ നേടണം? അവന്റെ വിശ്വസ്ത സാക്ഷിയായി നിന്നുകൊണ്ട് എന്റെ ജീവിതത്തിൽ എന്റെ യേശുവിനെ സ്നേഹിച്ചതുകൊണ്ട്, ഞാൻ യേശുവിനെ അറിഞ്ഞതുകൊണ്ട് നിങ്ങളോട് ഞാൻ ഇങ്ങനെ പെരുമാറുന്നു, ഞാൻ ഇങ്ങനെ പെരുമാറുന്നു. പണ്ട് യേശുവിനെ അറിയുന്നതിന് മുമ്പായിരുന്നെങ്കിൽ ഞാൻ മറ്റൊരു വിധത്തിൽ ചെയ്തേനെ, മറ്റൊരു വിധത്തിൽ പറഞ്ഞേനെ, മറ്റൊരു വിധത്തിൽ പ്രവർത്തിച്ചേനെ. എന്നാൽ എന്ന് ഞാൻ യേശുവിന്റെ ഉള്ളത്തിലുള്ളതുകൊണ്ട്, ഞാൻ യേശുവിന് വസിക്കുന്നത് കൊണ്ട്, ഞാൻ അവനെ അറിയുന്നത് കൊണ്ട്, അവൻ എന്നെ അറിയുന്നത് കൊണ്ട് ഞാൻ ക്രിസ്തു യേശു നിമിത്തം ഇതൊക്കെയും സഹിക്കുന്നു. സുവിശേഷ നിമിത്തം ഇതൊക്കെയും സഹിക്കുന്നു. വല്ലവിധാനെയും ചിലരെ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കുന്നതിന് കരപിടിച്ച അഞ്ചുമാരും പകച്ചുകൊണ്ട്, സർവ്വജടത്തായും പകച്ചുകൊണ്ട് ഞാൻ ക്രിസ്തു യേശുവിന്റെ നല്ല ഭടനായി കഷ്ടം സഹിക്കുന്നു. ബർബരന്മാരെ നേടേണ്ടതിന് ഞാൻ ബർബരന്മാരെ പോലെയായി, യവനന്മാരെ നേടേണ്ടതിന് ഞാൻ യവനന്മാരെ പോലെയായി, വല്ലവിധേനയും എല്ലാവരെയും നേടേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാം നടത്തുന്നു. ഇതാണ് യഥാർത്ഥ ദൈവബന്ധമുള്ള ഒരുത്തന്റെ കാഴ്ചപ്പാട്. ഇതാണ് പൗലോസ് പഠിപ്പിച്ചത്.
ഹല്ലേലൂയ. ഇന്ന് വിശ്വാസ ജീവിതത്തിലേക്ക് ആളെ പിടിക്കാൻ സവാളച്ചാക്കുമായിട്ട് നടക്കുന്ന വിശ്വാസിയായാലും പാസ്റ്ററായാലും ഉദ്ദേശം എന്നാണെന്നറിയാമോ? ഞങ്ങളുടെ സംഘടനയിൽ ആള് വരണം. ഞങ്ങളുടെ സഭായോഗത്തിന് വരുന്നില്ലെങ്കിൽ നീ പോക്ക. തെറ്റ്. യേശുവിനെ ആരാധിക്കുന്ന ജീവനുള്ള ദൈവത്തെ, ആത്മാവായ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന എല്ലാ സഭകളും എന്റെ ദൈവത്തിന്റെ വകയാണെന്ന് വിശ്വസിക്കാൻ സാധിക്കണം. മനസ്സിലായോ? കർത്താവായ യേശുക്രിസ്തു തന്റെ സ്വന്തം രക്തത്താൽ വീണ്ടെടുത്ത സഭ എന്ന് പറയുമ്പോൾ അത് എന്റെ നിന്റെ സഭ മാത്രമല്ല, അത് സാർവത്രിക സഭയാണ്. ഈ കാഴ്ചപ്പാടുണ്ടാകും. അങ്ങനെ ആ കാഴ്ചപ്പാടിൽ നിന്നിട്ട് നമ്മള് പച്ചയായ മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലണം. കള്ളുകൂടിയൻ്റെ അടുക്ക് ഇറങ്ങിച്ചെല്ലണം. തട്ടിപ്പുകാരനെയും വെട്ടിപ്പുകാരൻ്റെ അടുക്ക് ഇറങ്ങിച്ചെല്ലണം. പക്ഷെ പോകുമ്പോ സൂക്ഷിച്ചോണം. ഈ കിണറ്റിലിറങ്ങുന്ന പോലെ, കയറ് കെട്ടി കിണറ്റിലോട്ട് ഇറങ്ങുന്നത് പോലെ. പ്രൈസ്തലോട്. കയറിന് ബലമില്ലെങ്കിലോ നീ കിണറ്റിൽ നിന്ന് പൊക്കിക്കൊണ്ടിരുന്നതിന് പകരം നീയും കൂടെ കെട്ടിപ്പോയി വീഴും. ഒരു കാര്യം ഉറപ്പാക്കിക്കോണം, ഒരു കണ്ണിയെ വച്ചുള്ളെങ്കിലും അത് ശരിക്ക് വിളക്കി ചേർത്തോണം. ഒരു സത്യമേ അറിഞ്ഞുള്ളെങ്കിലും അത് ശരിക്കങ്ങ് അറിഞ്ഞോണം. കാരണം 1000 കണ്ണി വിളക്കി ചേർത്താലും അതിനകത്ത് ഒരെണ്ണം ദുർബലമാണെങ്കിൽ നിന്റെ ബന്ധം പോകും. അതുകൊണ്ടാണ് പറഞ്ഞത്, ദൈവവചനത്തിന്റെ ആഴങ്ങളിൽ നിന്നുകൊണ്ട് സത്യം ഗ്രഹിച്ച്, ആ സത്യം നന്നായി ഗ്രഹിച്ച് അത് വേണം ദൈവമായിട്ടുള്ള നിന്റെ ബന്ധത്തിന് ഉറവിടമാകുവാൻ. ആമേൻ. കേട്ടതല്ല, അറിഞ്ഞതായിരിക്കണം ദൈവമായിട്ടുള്ള ബന്ധത്തിന്റെ നിദാനം. മനസ്സിലായോ? കേട്ടത് ഉപയോഗിച്ച് ബന്ധം നിലനിർത്താൻ ശ്രമിച്ചാൽ വേറെ ചിലത് കേൾക്കുമ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റുകയില്ല. കേട്ടതല്ല, അറിഞ്ഞതായിരിക്കണം ദൈവമായിട്ടുള്ള ബന്ധത്തിന് നിദാനം. യോഹന്നാൻ 4:39 മുതൽ, ഞാൻ ചെയ്തതൊക്കെയും അവൻ എന്നോട് പറഞ്ഞു എന്ന് സ്ത്രീ സാക്ഷ്യം പറഞ്ഞ വാക്കു നിമിത്തം ആ പട്ടണത്തിലെ പല ശമര്യരും അവനിൽ വിശ്വസിച്ചു. അങ്ങനെ ശമര്യർ അവന്റെ അടുക്കൽ വന്നു തങ്ങളോടുകൂടെ പാർക്കണം എന്ന് അവനോട് അപേക്ഷിച്ചു. അവൻ 2 നാൾ അവിടെ പാർത്തു. 2 ദിവസമേ അവിടെ പാർത്തുള്ളൂ. ഏറ്റവും അധികം പേർ അവന്റെ വചനം കേട്ട് വിശ്വസിച്ചു. ഏറ്റവും അധികം പേർ വിശ്വസിച്ചു. അവന്റെ വചനം കർത്താവിൽ നിന്ന് കേട്ട് വിശ്വസിച്ചു. അവർ പറഞ്ഞ അടുത്ത വാക്യം ശ്രദ്ധിച്ച്, ഇനി നിന്റെ വാക്കുകൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞങ്ങൾ തന്നെ കേൾക്കുകയും അവൻ സാക്ഷാൽ ലോകരക്ഷിതാവെന്ന് അറിയുകയും ചെയ്തിരിക്കുന്നു എന്ന് സ്ത്രീയോട് പറഞ്ഞു. ശമര്യക്കാരിയോട് പറയുകയാണ്, ആദ്യം നീ പറഞ്ഞത് താങ്ക്സ്, നീ പറഞ്ഞതുകൊണ്ടാണ് ഈ യേശുവിനെ കുറിച്ച് ഞങ്ങൾ കേട്ടത്, അതിന് നന്ദിയുണ്ട്. എന്നാൽ ഒരു കാര്യം പറയാം, ഇനി ഞങ്ങൾ വിശ്വസിക്കുന്നത് നിന്റെ സാക്ഷ്യം കൊണ്ടോ നീ പറഞ്ഞതുകൊണ്ടോ അല്ല, ഞങ്ങൾ തന്നെ കേൾക്കുകയും ഇവൻ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനെന്ന് അറിയുകയും ചെയ്തുകൊണ്ട് അവൻ സാക്ഷാൽ ലോകരക്ഷിതാവെന്ന് മനസ്സിലാക്കുകയും ചെയ്തതുകൊണ്ടാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നേരിട്ട് കേട്ടതും പറഞ്ഞു കേട്ടതും വ്യത്യാസമുണ്ട്. നേരിട്ട് പ്രാപിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുക. ഇതൊക്കെ ഒരു മാർഗദർശനമേ ഉള്ളൂ. ഇറ്റ്സ് ഓൺലി ആൻ ഇൻഡിക്കേഷൻ, ഇറ്റ്സ് ഓൺലി എ ഗൈഡൻസ്. യഥാർത്ഥമായത് നേരിട്ട് പ്രാപിക്കണം. അതുകൊണ്ട് ഞാൻ പറയാം, പള്ളിയിൽ വന്നിരുന്ന് സകല പ്രസംഗവും കാണാപ്പാടമാക്കിയിട്ട് പോയാലും പ്രശ്നം വരുമ്പോൾ നിൽക്കുകയില്ല. ഇത് മുഴുവൻ കേട്ട് കാണാപ്പാടമാക്കിയാലും നിൽക്കുകയില്ല. എന്ത് ചെയ്യണം? നീ സ്വയമായിട്ടിരുന്ന് ഈ പുസ്തകത്തിന്റെ മുമ്പിലിരിക്കണം. ഇത് വായിക്കണം, പഠിക്കണം, ധ്യാനിക്കണം. എന്നിട്ട് ഇതിൽ നിന്ന് പെറുക്കിയെടുത്ത് വേണം വിളക്കിച്ചേർക്കാൻ.